ഇവിടെ വന്ന് നിൽക്കണം. ഒരു ചായ താടി. അയ്യോ, എത്ര നേരമായിട്ട് വിളിക്കുക ഇച്ചായ ഇച്ചായ എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാ ഫോൺ താഴെ വെച്ചിട്ട് നേരം വേണ്ട. നീ ഇച്ചായ ഇച്ചായ എന്ന് വിളിക്കുന്നതിന് വേറെ ചായ ചായ എന്ന് പറഞ്ഞത് ഞാൻ വന്നേനെ. അങ്ങനെയും വിളിച്ചായിരുന്നു. ഫോൺ ഉപയോഗിക്കാനുള്ളതല്ലേ. ആ പവിത്രം വീട് മാറിയതിനു ശേഷം അവന്റെ ഒരു വിവരവും ഇല്ലല്ലോ. നിന്നെ വിളിച്ചായിരുന്നോ? എന്നെ വിളിച്ചൊന്നുമില്ല, വീട് മാറുന്നതിന്റെ തിരക്കായിരിക്കും. എന്തായാലും സുമിത്ര ഒരു ഭാഗ്യം ചെയ്ത പെണ്ണ. എന്ത് പറയാന്ന് പറ. വീട് മാറണമെന്ന് ആഗ്രഹിച്ചത് ഞാൻ. എനിക്ക് എന്തോ ഇല്ലേ ചായ, ഈ വീടുമായിട്ടേ അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ആകെപ്പാടെ എന്തോ ഒരു അസ്വസ്ഥത. ആണോ? എന്റെ മക്കൾക്ക് ഈ വീടുമായിട്ടല്ല പൊരുത്തപ്പെടാൻ പറ്റാത്തത്, അപ്പുറത്തെ ഉണ്ണിയാർച്ചയായിട്ടാ. അതിനുള്ള മരുന്ന് എന്റെ കയ്യിലില്ല. ഇത് നല്ല കളി. ഇതെന്തോ ഇച്ചായ, ഞാനൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇച്ചാൻ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്നത്. പുച്ഛിക്കാതെ എങ്ങനെ ഇരിക്കും? സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇച്ചാൻ മാത്രമല്ലല്ലോ ഇവിടെ താമസിക്കുന്നത്, ഞാനും കൂടെ അല്ലേ താമസിക്കുന്നത്. കൂടുതൽ സമയം ഞാനാണ് ഇവിടെ. ഇച്ചായൻ രാവിലെ പോയാൽ വൈകിട്ടാ കയറി വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ ഇഷ്ടം നോക്കിയിട്ടാണ് ഒരു വീട് എടുക്കേണ്ടത്. ഈ വീട് എടുക്കുന്നതിന് 2-3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് വീടിന് സൗകര്യം ഉണ്ടായിരിക്കണം. ഈ വീടിന് സൗകര്യമുണ്ട്. പിന്നെ വാടക കുറവായിരിക്കണം. ഈ വീടിന് വാടക കുറവാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ എളുപ്പമായിരിക്കണം. ഇത് ഹോസ്പിറ്റലിൽ പോകാൻ എളുപ്പമാണ്. വെറും 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നിന്റെ പ്രശ്നം ഇതൊന്നും അല്ല. നിന്റെ പ്രശ്നം ഉണ്ണിയാർച്ചയാണ്. നീ അതിന് ഒരൊറ്റ പരിഹാരം ചെയ്താൽ മതി. അങ്ങോട്ട് പോകാതിരുന്നാ പോരെ. അങ്ങോട്ട് പോയില്ലേ എന്താ? അവര് 24 മണിക്കൂർ ആ മതിൽ തൂങ്ങിക്കിടത്തിട്ട് അലീസേ അലീസേ എന്നുള്ള ഈ വിളിയല്ലേ. അലീസേ അലീസേ എന്ന് വിളിക്കുമ്പോൾ നീ അങ്ങോട്ട് പോകണ്ട. ഓ എന്റെ ഈശോയെ, ഇവളെ കാണാതെ ഇച്ചാനും ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റൂലല്ലേ. അതുകൊണ്ടല്ലേ വീട് മാറണ്ടെന്ന് പറയുന്നത്. നോക്കൂ ഇച്ചായ, സത്യമായിട്ട് ഒരു ദിവസം ഞാൻ എന്തെങ്കിലും കടുങ്കൈ കാണിക്കും. വീട് മാറുന്ന കാര്യം സുമിത്രയുടെ ചെവിയിൽ ഓതിക്കൊടുത്തത് ഞാൻ. എന്റെ സുമിത്ര, വീട്ടിൽ പെരുമാറുന്ന നമ്മളല്ലേ, അപ്പൊ നമ്മുടെ ഇഷ്ടം നോക്കിയല്ലേ വീട് എടുക്കേണ്ടത്. എന്തായാലും ഈ വീട് മാറുന്ന കാര്യം ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഇതിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. പക്ഷെ എന്റെ വീട് മാറ്റം നടന്നുമില്ല. പവിത്ര, വീടിന്റെ കാര്യം അന്വേഷിച്ചായിരുന്നോ പവിത്ര? എല്ലാം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആലീസിനോട് വലിയ ഒരു നന്ദി പറയാനുണ്ട്. എന്നോടാ? അത് ഡോക്ടറും കൂടെ കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡോക്ടറിനെയും കൂടെ വിളിപ്പിച്ചത്. അത് നന്നായി, പറഞ്ഞോ. ഇന്ന് രാവിലെ 6 മണി മുതൽ പതിവില്ലാതെ എൻ്റെ വീട്ടിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുകയായിരുന്നു. സാധാരണ ഒരു അരമണിക്കൂറിൽ കൂടുതൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കാത്തതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ അമ്മയും സുമിത്രയും തമ്മിൽ ബഹളവും ഒച്ചപ്പാടും ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, അവർ രണ്ടുപേരും വളരെ സ്നേഹത്തില്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഈ സമാധാന അന്തരീക്ഷത്തിൽ നിന്നും ഞാനൊരു ചായ കുടിച്ചു ഗ്ലാസ് അങ്ങ് വെക്കുകയും ആലീസിന്റെ ഫോൺ വന്നു. ഫോൺ വിളിച്ച ഉടനെ ഈ വാടക വീടിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു അത് ശരിയാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരാമെന്ന്. അപ്പൊ ആലീസിന് ഒരു ചെറിയൊരു ആഗ്രഹം, സുമിത്രയോട് സംസാരിക്കണമെന്ന്. ചെറിയൊരു ആഗ്രഹമല്ലേ എന്ന് ഓർത്ത് ഞാൻ സുമിത്രയ്ക്ക് ഫോൺ കൊടുത്തു. ഫോൺ കൊടുത്ത പാടെ ഈ വാടക വീടിന്റെ കാര്യം ആലീസ് സുമിത്രയോട് പറഞ്ഞു. പിന്നെ എല്ലാം ശരവേഗത്തിലായിരുന്നു. സമാധാന അന്തരീക്ഷം നിലനിന്നിരുന്ന വീട് നിമിഷ നേരം കൊണ്ട് പൊട്ടി തകർന്ന് തരിപ്പണമായി. പിന്നെ അമ്മയും സുമിത്രയും ഉക്രൈനും റഷ്യയും പോലായി. വെല്ലുവിളി, മുദ്രാവാക്യം, ചീത്തവിളി, അടി, ബഹളം. നിമിഷ നേരം കൊണ്ട് ആ വീട്ടിൽ യുദ്ധം പൊട്ടി പുറപ്പെട്ടു. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോരുമ്പോൾ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. തിരിച്ച് വീട്ടിലോട്ട് എല്ലാ നേരത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ജീവൻ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. അതിനൊരു വാടക വീടിന്റെ കാര്യം പറഞ്ഞ് എന്തിനാ എത്ര വഴക്കടിക്കുന്നത്? എന്തായാലും ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പിന്നെ ആലീസ് എന്നോട് പറഞ്ഞ കേസ് അത് അന്വേഷിച്ച് വേണ്ടത്ര വിവരങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. എൻ്റെ അറിവിൽ ഈ പഞ്ചായത്തിലൊരു 4 വീട് വാടക കിടപ്പുണ്ട്. ഒരെണ്ണം നമ്മുടെ മൃഗാശുപത്രിയുടെ അടുത്താ. ഡോക്ടർക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അത് കൊള്ളാലോ. വീടെന്ന് പറഞ്ഞാൽ 2 നില വീടാ. താഴെ ഹൗസ് ഓണറാണ് താമസിക്കുന്നത്. മേളത്തെ നിലയാണ് വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. 8000 രൂപയാവും വാടക. ഈ ഹൗസ് ഓണർ എന്ന് പറഞ്ഞാൽ വീട് ഉണ്ടാക്കിയ പുള്ളിക്കാരൻ. ഞങ്ങളുടെ അവിടെയൊക്കെ അതിനെ ഹൗസ് ഓണർ എന്ന് പറയുന്നത്. അതല്ല, നാളെ എങ്ങനെയാന്ന് നിങ്ങൾ ഈ പറയുന്നത് ഹൗസ് ഓണർ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു 60 വയസ്സുണ്ട്. പിന്നെ പുള്ളിയുടെ ഭാര്യയ്ക്ക് ഒരു 58 വയസ്സ് വരും. പിന്നെ സർക്കാർ ഓഫീസിലൊക്കെ ആയിരുന്നു ജോലി. അങ്ങനെ റിട്ടയർഡ് ആയിട്ട് നിൽക്കുക. പിന്നെ പോയിട്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു മകളുണ്ട്. മകളെ കെട്ടിച്ചു. ഭർത്താവ് ദുബായ്ക്കാരനാണ്. ദുബായിലാണോ? പുള്ളി ദുബായിലാണെങ്കിലും മകള് വീട്ടിൽ തന്നെയാ. കാണാൻ സുന്ദരി, 10-32 വയസ്സ് കാണും. ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ കാണും. ആ വീട് നമുക്ക് വേണ്ട. കാരണം മേളിലല്ലേ, ഈ മേളിലത്തെ നിലയാകുമ്പോഴത്തേക്ക് നമ്മൾ കയറി ഇറങ്ങി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അതുകൊണ്ട് അത് വേണ്ട, വേറെ വീട്. വേറെ വീടെന്ന് പറയാൻ നേരത്ത് നമ്മുടെ പാപ്പച്ചൻ ചേട്ടൻ്റെ ചായക്കടർ അവിടെ ഒരു വീട് കിടക്കുന്നുണ്ട്. അത് നല്ല സുന്ദരം വീടാ. പക്ഷെ 10000 രൂപ അവർ റെന്റ് ചോദിക്കുന്നത്. അത് സാരമില്ല, വീടിന്റെ ചുറ്റുപാടൊക്കെ പറ. ആ ചുറ്റുപാടൊക്കെ നല്ല ആൾക്കാർ താമസിക്കുന്ന. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ആലീസിന് പറ്റിയ കമ്പനിക്കാരൊക്കെ കാണും. ഒന്ന് നമ്മുടെ അംഗൻവാടിയിലെ ടീച്ചറാ. ഒരു 30 വയസ്സ് വരും. ഭർത്താവുമായിട്ടെന്തോ പെണ്ണിട്ട് 2 മക്കളുമായിട്ട് അവിടെ താമസിക്കുക. അത് വേണ്ട.
അതും വേണ്ട, വേറെ വീട് പറ. ഇനി വേറെന്ന് പറഞ്ഞാൽ നമ്മുടെ താലൂക്ക് ഓഫീസിലെ ക്ലർക്ക് സുകുമാരചാന്റെ വീടുണ്ട്. ഭാര്യയും 3 പെമ്മക്കളും ഉണ്ട്. 3 പെമ്മക്കളെന്ന് പറഞ്ഞാ? പെമ്മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത ആൾക്ക് 24 വയസ്സുണ്ട്. അതിന്റെ കല്യാണാലോചനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ പോയിട്ട് രണ്ടാമത്തേന് 22 വയസ്സ്, മൂന്നാമത്തേന് 20 വയസ്സ്. അത് വേണ്ട പവിത്ര, അത് ശരിയാവത്തില്ല. വേറെ വീടുണ്ടാ? ഈ പെണ്ണുങ്ങളൊന്നും പരിസരത്തൊന്നും ഇല്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? അങ്ങനെ ഒരു വീടുണ്ട്, പറ. കളപ്പുരക്കിലെ രാജൻചേട്ടന്റെ വീട്. അവിടെ പെണ്ണുങ്ങളും നല്ല ആണുങ്ങൾ പോലും ആ വീടിന്റെ പരിസരത്ത് പോലും. മതി, ആ വീട് മതി നമുക്ക്. അത് കുഴപ്പമില്ല, പക്ഷെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഇതിനു മുമ്പ് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരൻ ആ പുള്ളിയുടെ ഭാര്യയും 2 മക്കളെയും വെട്ടിക്കൊന്നേച്ച് ആ വീട്ടിൽ കയറി തൂങ്ങിച്ചത്ത. അതിനുശേഷം ആ വീട് വേറെ ആരും വാടക എടുത്തിട്ടില്ല. അയ്യോ, അതെങ്ങനെ ശരിയാവും? അത് വേണ്ട, വേണ്ട വേണ്ട വേണ്ട, വേറെ വീട്. വേറെ ഇനി ഒരു വീടും കൂടെ ഉണ്ട്. ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗാശുപത്രിയുടെ അവിടെ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്താണ്. ഇവിടുത്തെ 2 ഉള്ളൂ. എന്തുവാണ് പവിത്ര, ഇതൊക്കെ എങ്ങനെ ശരിയാവും? ഇതാണ് പറഞ്ഞ പവിത്ര നീട്ടി പിടിച്ചൊരു ലിസ്റ്റുമായിട്ട് വന്നിട്ടുണ്ടെന്ന്. വഴി കൂടെ പോയ സുമിത്ര വീട് മാറുകയും ചെയ്തു, അവിടെ സന്തോഷമായിട്ട് താമസിക്കാനും തുടങ്ങി. ഇതിനും വേണം ഒരു യോഗം. നിങ്ങൾ നോക്ക്. പക്ഷേ ഉണ്ടല്ല, വീട് മാറുക എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് ഞാൻ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. ഇച്ചാനെ കൊണ്ട് ചിലപ്പോ നടക്കത്തില്ലായിരിക്കും, ഈ പറഞ്ഞ പവിത്രനെ കൊണ്ട് നടക്കത്തില്ലായിരിക്കും. പക്ഷെ ആലീസിനൊരു ആഗ്രഹം വന്നാലേ ആലീസിനെ തോപ്പിക്കാൻ പിന്നെ ആർക്കും പറ്റൂല. തോറ്റ ചരിത്രം ഉണ്ടല്ലോ ഈ ആലീസിന് ഇല്ല. വെരി ഗുഡ്. പെണ്ണുങ്ങളായാലും അങ്ങനെ വേണോടി. നമ്മുടെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് വാശിയായിരിക്കും. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, ആലീസ് ഒരിടത്തും തോറ്റിട്ടില്ല. കളിയാക്കിയതല്ലേ? അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. ആരാത് വരുന്നില്ലേ? വരൂ. ഡോക്ടർ സാറല്ലേ? ഉണ്ട്. നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? നമുക്ക് എന്നാ വിശേഷം? അല്ല സാറേ, ഞാൻ ഈ വീട് മാറിയതിന്റെ കുറച്ച് തിരക്കായിരുന്നു. അത് പറ. കാര്യം നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമ്മളെ സഹായിക്കാൻ വേറെ ആരൊന്നും ഇല്ലല്ലോ. പുതിയ വീട് എങ്ങനെയുണ്ട്? നല്ല നല്ല ഐശ്വര്യമുള്ള വീടാ. ഈ പണ്ടുള്ളവർ പറയുന്നത് കറക്റ്റാ കേട്ടോ. ഈ ചിലർ പറയല്ലേ, ഈ ചില വീട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല, ചില വീട്ടിൽ താമസിച്ചാൽ നല്ല സമാധാനം ഉണ്ടാവുന്നൊക്കെ. വാസ്തവം കേട്ടോ. പഴയ വീട്ടിൽ താമസിച്ചപ്പോ എന്നും ആഴക്കും ബഹളവും തന്നെ. പക്ഷെ ഈ പുതിയ വീട്ടിലേക്ക് മാറി എന്ത് സന്തോഷമെന്നറിയോ? സത്യം പവിത്ര, ഈ വീട്ടിൽ ഞങ്ങൾ എന്ന് താമസിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഞാനും ഇച്ചായനും കൂടെ പൂര ഇടിയാണ്. ഈ വീട്ടിൽ നിന്ന് താമസം മാറിയാലുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പകുതി മാറും. ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നീ മദർ തെരേസയായിരുന്നല്ലോ. ഈ വീടിന്റെ കുഴപ്പമില്ല, നിന്റെ സ്വഭാവത്തിന്റെ. പിന്നെ പവിത്ര, ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ? സാറേ, അത് ഒരാഴ്ച കഴിയട്ടെ സാറേ. എന്നാ കാര്യം എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഈ വീട് മാറി എൻ്റെ കുറച്ച് സാമ്പത്തികപരമായിട്ട് ഞാൻ ശകലം ടൈറ്റില്ല. അതിന് സാമ്പത്തികം ഇതുമായിട്ട് എന്താ ബന്ധം? പക്ഷെ അങ്ങനല്ലല്ലോ, നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അതിൻ്റെതായ ഒരു രീതിക്ക് വേണ്ടി വിളിക്കാം. ഓ. പിന്നെ ഡോക്ടറെ, ഞാൻ വന്ന വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു ഇച്ചിരി പൈസ കടമായിട്ട് പറഞ്ഞ ഒരു 5000 രൂപ കാണുമായിരിക്കുമോ? 5000 രൂപ തരാം. എന്തായാലും പവിത്ര, ആ വീട് മാറി എൻ്റെ ഐശ്വര്യവും സമാധാനവും ഒക്കെ ആ മുഖത്തുണ്ട് കേട്ടോ. അതെന്നാ സംഭവം എന്നറിയോ? ഞാൻ ഈ വീട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചിനെ സുമിത്രയും വിളിച്ച് ഞാനൊന്ന് സംസാരിച്ച്. ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാണാപ്പാടം പിടിച്ച് റിഹേഴ്സലൊക്കെ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ വീട് ഞാൻ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് 2നും ഇഷ്ടപ്പെട്ട വീടാ. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് 2 പേരും അനുസരിക്കണം. അയ്യോ, പവിത്രേട്ടൻ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞാൻ ഇതുവരെ പവിത്രേട്ടൻ പറയുന്നൊന്നും അനുസരിച്ചിട്ടില്ലെന്ന്. പവിത്രേട്ടന്റെ സന്തോഷം എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഇവളുടെ വർത്താനം കേട്ടാ തോന്നുന്നു ഇവന്റെ സന്തോഷത്തിന് ഞാനെതിരാണെന്ന്. മോളെ സുമിത്രേ, നീ വലിഞ്ഞേറി വന്നിട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളു. ഞാൻ അവനെ പ്രസവിച്ചു വളർത്തിയ അമ്മയാണ്. അയ്യോ, ആ വിശേഷം ഒന്നും അങ്ങോട്ട് വിളമ്പാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ പവിത്രേട്ടൻ എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലേ അത് ഞാൻ വന്നു കയറിയതിന് ശേഷമാ. അതിനു മുമ്പ് അവൻ മണ്ണല്ലേ വാഴ്ത്തുന്നുണ്ടിരുന്ന, അതല്ല ഇങ്ങനെ പോത്തുപോലെ വളർന്നു നിൽക്കണം. നിർത്ത്. ഒരു കാര്യം പറയാൻ വേണ്ടി നാക്കെടുത്ത് വളച്ചതേ ഉള്ളൂ, അന്നേരം തുടങ്ങിക്കോണം 2ഉം കൂടെ വഴക്ക്. എനിക്ക് അറിയാൻ മേലഞ്ഞോട്ട് ചോദിക്കും, നിങ്ങൾക്ക് 2നും എന്നാത്തിന്റെ സോക്കാണ്? പഴയ വീടിനേക്കാൾ 750 രൂപ കൂടുതൽ ഈ വീടിന് വാടക. കൂടുതൽ പൈസ വരുവാണോ നീ തരാന്ന് പറഞ്ഞായിരുന്നു, അമ്മച്ചിയും പറഞ്ഞായിരുന്നു. ഇത് 2 പേരും ഇങ്ങോട്ട് തരണ്ട, അത് ഞാൻ എവിടുന്നെങ്കിലും ഉരുട്ടി മറിച്ചാണെങ്കിലും ഞാനത് കൊടുത്തോളാം. ഞാൻ പറഞ്ഞ കാശ് ഞാൻ തന്നോളാം. നിന്റെ കാശ് ആർക്ക് വേണം? ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കഴിയേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ലേ? ഞങ്ങള് ഞാനും എന്റെ കെട്ടിയോന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓ, നിർത്തിക്കുക നിങ്ങള്. ഞാനൊരു കാര്യം പറയുക, ഞാൻ സംസാരിച്ച് തീരുന്നോടം വരെ നിങ്ങൾ 2 പേരും വാ തുറന്നാൽ എന്റെ തനിക്കൊണ പറയും ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, 2 പേരും ഇനി ഈ വീട്ടിൽ വഴക്കോ തുറക്കോ ഉണ്ടാവരുത്. അവനവന്റെ കാര്യം നോക്കി ജീവിച്ചോണം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറയണം. മനസ്സിലായോ? മനസ്സിലായി? മനസ്സിലായി. എനിക്കൊരു കാര്യം ചെയ്യ്, എല്ലാവരും ചെല്ല്, എനിക്കൊരു ചായ എടുത്തുണ്ടോ?
എടി എന്നതാടി നോക്കി നിൽക്കുന്ന, പോയി ഒരു ചായ എടുത്തോണ്ട് വരാൻ. അമ്മച്ചി എടുക്കും. നിന്നെ പിന്നെ എന്തിനാ കൊണ്ടുവന്നേക്കണത്? കെട്ടിയാണ് ചായ കൊടുക്കേണ്ടതേ, കെട്ടിയാക്കട കടമയാണ്. അങ്ങനെ എന്റെ സ്വഭാവം നിങ്ങൾ ചീത്തയാക്കരുത്. ഒരു കാര്യം ചെയ്യും, അമ്മ പോയി എനിക്ക് ചായ എടുക്ക. നീ എന്നാ പുഴുകാൻ നിൽക്കുവോ? നീ പോയി എന്റെ ഷർട്ട് തേച്ചിട്ട് പോ. സംഭവം എന്തായാലും അതങ്ങ് ഏറ്റ്. പക്ഷെ ഇത് ഏറ്റവും ഇല്ലെന്ന് നമുക്കൊരു ഉറപ്പ് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അമ്മച്ചിയെ മാറ്റി നിർത്തി ഒന്ന് വേണ്ട രീതിയിൽ ഒന്ന് കണ്ട്. അമ്മച്ചി, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇത്ര നാളും ഞാൻ നിങ്ങളുടെ താളത്തിന് കിടന്നുള്ളി. ഇനി അത് നടക്കുകയല്ല. ഞാൻ പ്രശ്നത്തിനൊന്നും വരൂല. എന്നോട് മര്യാദക്ക് പെരുമാറാൻ നീ അവളോട് പറഞ്ഞാൽ മതി. അത് ഞാൻ പറഞ്ഞോളാം. പിന്നെ ഞാൻ വൈകിട്ട് കയറി വരാൻ നേരത്ത് രണ്ടുപേരും കൂടെ പരാതി പറയാമെന്ന് കരുതരുത്. ഞാൻ ഇവിടെ വരുമ്പോൾ സമാധാനമായിരിക്കണം, മനസ്സിലായോ? ഇനി എന്തെങ്കിലും മാറ്റം വന്നാൽ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കൂല. എന്നോട് മര്യാദക്ക് പെരുമാറാൻ നീ അവളോട് പറഞ്ഞാൽ മതി. അല്ല, ഒരാൾ ഒതുങ്ങിയാൽ പോരല്ലോ. ഒതുക്കുമ്പോൾ രണ്ടുപേരും ഒതുങ്ങണം. ഞാൻ നേരെ സുമിത്രയെ മാറ്റി നിർത്തി ഞാനൊന്ന് സംസാരിച്ചു. സുമിത്രേ, ഇത്രയും നാളും ഞാൻ പറഞ്ഞ പോലല്ലേ ഇനി പറയാൻ വേണ്ടി പോണത്. ഇതിനെന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ വെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി ഒരുക്കണം നീ. പവിത്രേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പവിത്രൻ ഇന്ന് മുതൽ ഇനി ഇങ്ങനെ പറയൂ. എനിക്ക് മനസമാധാനം വേണം. പവിത്രേട്ടാ, ഞാനായിട്ട് ആരുടെ അടുത്തും വഴക്കിന് പോകത്തില്ല. പക്ഷെ അമ്മയായിട്ട് ഇങ്ങോട്ട് വന്നാലേ ഞാൻ വെറുതെ വിടത്തുമില്ല. രണ്ടുപേരിൽ ആര് വഴക്കുണ്ടാക്കിയാലും നീയൊക്കെ വിവരം അറിയും. ഇന്ന് വരെ നീ കാണാത്ത പവിത്രനായിരിക്കും നീ കാണാൻ വേണ്ടി പോണത്. രണ്ടുപേരും ഒതുങ്ങി സാറേ. ഇനി കുറച്ച് നാളത്തേക്ക് ഒരു പ്രശ്നവും കാണുമല്ല. പവിത്ര അപാര ബുദ്ധി തന്നെ കേട്ടോ. ഓ, ഒരു മൃഗ ഡോക്ടറായ എനിക്ക് പോലും ഇത്രയും ബുദ്ധിയില്ല. ഈ ബുദ്ധി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ ചിലരെയൊക്കെ ഒതുക്കിയേനെ. അയ്യേ, അതിന് ഇച്ചായം വലിയ മൃഗ ഡോക്ടർ അല്ലേ. ഇച്ചായം പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പട്ടിയും പൂജയൊക്കെ ഒതുങ്ങും. ഞാനൊരു എരുമയെ നോക്കി വെച്ചിട്ടുണ്ട്, അതിനെ ഞാൻ ഒതുക്കും. അയ്യോ, തമാശ തമാശയല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ പോയി കാശ് എടുത്തിട്ട് യോ, സുമിത്രയാണല്ലോ വിളിക്കുന്നത്. ഹലോ പവിത്രേട്ടാ, ഇത് ഞാനാ. പിന്നെ എനിക്കറിയത്തില്ലേ നീയാണെന്നുള്ളത്. നിന്റെ നമ്പർ എന്റെ ഫോണിൽ സേവ് ആണല്ലോ. പിന്നെ ഞാൻ വിളിച്ചതേ, രാവിലെ പവിത്രേട്ടൻ പറഞ്ഞ കാര്യമൊന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്കൊരു ചെറിയൊരാഗ്രഹം, എന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കരുതിയാൽ മതി. അവസാന ആഗ്രഹം അല്ല, ഇനി ഞാൻ ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും പവിത്രേട്ടനോട് പറയില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ വാങ്ങിച്ചോണ്ട് വരുമോ? നീ എന്നാന്ന് വെച്ചാ പറ. വരുമ്പോഴേ എനിക്കൊരു ബീഫ് ഫ്രൈ വാങ്ങിച്ചോണ്ട് വരുമോ? ബീഫ് ഫ്രൈയോ? പിന്നെ ബീഫ് ഫ്രൈ മേടിക്കാനുള്ള പൈസ ഒന്നും എൻ്റെ ഒന്നുമില്ല. നീ വീട്ടിലുള്ള എന്നാന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചാൽ മതി. എന്ത് ബീഫ് ഫ്രൈ മേടിച്ചോണ്ട് അല്ല. അയ്യോ, ഒരു ചെറിയ ആഗ്രഹമല്ലേ പറഞ്ഞത്. എന്റെ ഇച്ചായ സുമിത്ര വിളിച്ചിട്ട് പറഞ്ഞു ഒരു ബീഫ് ഫ്രൈ വാങ്ങിച്ചോണ്ട് വരാനായിട്ട്. അപ്പൊ പവിത്രം വെറുതെ ഇവിടുന്ന് ചൂടാവുന്നു. ബീഫ് ഫ്രൈയോട് എന്തിനാ അത്ര ദേഷ്യം? അതല്ല സാറേ, സാർ ഇതൊക്കെ ഒരു നമ്പർ അല്ലേ. അവക്ക് ബീഫ് ഫ്രൈ ഇഷ്ടമാണെന്നും അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിക്ക് ചിക്കൻ ഫ്രൈ ഇഷ്ടമാണെന്നും എനിക്കറിയാം. വൈകുന്നേരം വീട്ടിലോട്ട് എല്ലാം നേരത്തെ അത് മേടിച്ചോണ്ട് എല്ലാം വേണ്ടി ഇരിക്കുമല്ലായിരുന്നു ഞാൻ. അതിന് ഇത്ര ചൂടായത് എന്തിനാ? പെട്ടെന്ന് അവൾ പറയുന്നുണ്ടെന്നെ നമ്മളതൊക്കെ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാവിലെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വിലയില്ലാതെ വരും. ബീഫ് ഫ്രൈ കിട്ടില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിത് കൊണ്ട് കൊടുക്കുമ്പോൾ ഈ ബീഫിനൊരു പ്രത്യേക രുചിയായിരിക്കും. ശരി സാർ, എന്നാ ഓക്കെ. പവിത്രം നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. എന്റെ തലയ്ക്ക് ആൾവാസമുണ്ട്. ഇവിടെ ചിലരുടെ തലയിൽ അതില്ല. ശരിയാ, കറക്റ്റാ. അമ്മച്ചി, പവിത്രേട്ടന്റെ സ്വഭാവത്തിന് എന്തോ ഒരു മാറ്റം. എന്താ? ഞാൻ ഫോൺ വിളിച്ചിട്ട് ഒരു ബീഫ് വാങ്ങിച്ചോണ്ട് വരുമോന്ന് ചോദിച്ചു. എന്റെ അമ്മച്ചി എന്റെ നേരെ ഒരു ചാടിക്കറിയത്. നന്നായി പോയി. നീ ഇപ്പൊ ബീഫ് തിന്നണ്ട. ഞാൻ ചോദിച്ചപ്പോ ഇത് അവസ്ഥയെങ്കിലേ അമ്മച്ചി ചോദിച്ചാലും ഇത് തന്നെയായിരിക്കും. ഇനി അങ്ങോട്ട് പവിത്രേട്ടന്റെ സ്വഭാവമൊക്കെ വേറെയാ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ അവൻ മേടിച്ചു തരും. കാത്തിരുന്നോ. എന്റെ അമ്മച്ചി ഇതൊക്കെ പവിത്രേട്ടന്റെ ഒരു അടവാണ്. നമ്മളെ വരട്ടി വീട്ടിലിരുത്തി കഴിഞ്ഞാൽ പവിത്രേട്ടന് തോന്നിയ പോലൊക്കെ നടക്കാമല്ലോ. സംശയം ഉണ്ടെങ്കിലേ അമ്മച്ചി ഒന്ന് വിളിച്ചു നോക്ക്. അപ്പൊ അറിയാലോ എന്താ പറയുന്നേന്ന്. ഒന്ന് വിളിച്ചു നോക്കാം അമ്മച്ചി. ഹലോ, നീ എവിടെ പവിത്ര? എന്നെ കാര്യം എന്നാ വെച്ചാ പറ. എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം. എന്താണാവോ? എനിക്കൊരു ചിക്കൻ കഴിക്കണം. നീ വാങ്ങിച്ചോണ്ട് വരുവോ? അപ്പുറത്തെ ഭാസ്കരൻ ചേട്ടൻ്റെ ഒരു കോഴി നിപ്പുണ്ട്, അതിനെ പിടിച്ചാൽ കറി വെച്ചോ. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണത്? പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? ചുമ്മാതിരിക്കുമ്പോ ഓരോ തോന്നലാ. നീ എന്നും എനിക്ക് ചിക്കൻ വാങ്ങി തരാറുള്ളതല്ലേ. അതൊക്കെ ഞാനങ്ങ് നിർത്തി. ഞാൻ രാവിലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വീട്ടിലുണ്ടാക്കുന്ന കഴിച്ചാൽ മതി. അവർക്കിപ്പോ ചിക്കൻ തിന്നാനൊരു മോഹം. എന്ത് പറഞ്ഞു? വഴക്കുറഞ്ഞു. ഇന്നലെ അവരിങ്ങനെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മൾ തമ്മിൽ വഴക്കിടത്തില്ലെന്ന് പവിത്രേട്ടന് ബോധ്യമായി. ഇനിയിപ്പൊ നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ.
അതിന്റെ ആവശ്യമില്ല, നമ്മൾ മര്യാദക്കാരായി പോയില്ലേ. അമ്മച്ചി ഒരു വഴിയുണ്ട്. എന്താ? അമ്മച്ചി കൂടെ നിൽക്കുവോ? ആ. നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നു. എന്തിനേ? ഓ അമ്മച്ചി, ഒറിജിനൽ വഴക്കല്ല, അഭിനയം. പവിത്രേട്ടന് മുമ്പിൽ വെച്ച് നമ്മൾ പൊരിഞ്ഞ തല്ലുണ്ടാക്കുന്നു. ഇത് കാണുമ്പോഴേ പവിത്രേട്ടന്റെ സകല ശക്തിയും ചോർന്നു പോകും. നീ പറയണമെന്ന് എനിക്ക് മനസ്സിലാണല്ല. എന്റെ അമ്മച്ചി, അമ്മച്ചിക്ക് എന്റെ കൂടെ ഒന്ന് നിക്കാവോ? ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നിക്കാം. അമ്മച്ചി, പവിത്രേട്ടൻ വരുന്നുണ്ട്. പവിത്രേട്ടനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വഴക്കുണ്ടാക്കുമെന്നേ തോന്നുള്ളൂ. അതുപോലെ പെർഫോം ചെയ്തോളും, കേട്ടോ? എന്ത് പ്രശ്നം? ഞാനില്ലേ ഇവിടെ? ആ, അല്ലെങ്കിൽ മിനിറ്റിന് എന്നോട് വഴക്കുണ്ടാക്കുന്നതിന് ഒരു മടിയില്ലാത്ത ആളാ. ഇന്ന് എന്താ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്? തുടങ്ങാം. ദേ അമ്മച്ചി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മച്ചിയുടെ തോന്നിവാസത്തിനൊന്നും കൂട്ടി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ പറയണത് അനുസരിക്കാൻ പറ്റൊക്കെ നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഞാൻ ഇവിടെ ഇറങ്ങാനോ? എന്നെ എന്റെ പവിത്രത്തിന് അന്തസ്സായിട്ട് താലി കെട്ടിക്കൊണ്ടുവന്നാ ഇവിടെ. നീ അന്തസ്സായിട്ട് ഇവിടെ കയറി വന്ന കഥയൊന്നും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ നിന്റെ അന്തസ്. എന്റെ അന്തസ്സിന് എന്താ അമ്മച്ചി കുഴപ്പം? എന്താണെന്ന് നാട്ടുകാരോട് ചോദിക്കാം, അവര് പറയുമല്ലോ. അമ്മച്ചി എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ ഇറങ്ങി പോകുന്ന പ്രശ്നമില്ല. നീയെല്ലാം നിന്റെ അപ്പുറത്തിരുന്നവളെ ഞാൻ ഇവിടെ ഇറക്കി വിടും. അറിയാമോ? എന്നെ അറിയാമോ? ഏ അമ്മച്ചി, എന്നെ ഇവിടെ ഇറക്കി വിട്ട അമ്മച്ചിയുടെ മോനെ ഞാൻ കോടതി കയറ്റും. ആ, കോടതിന്റെ അച്ഛന് ശ്രീധരൻ കിട്ടിയതല്ലേ? അച്ഛന് പറഞ്ഞോണ്ടല്ലോ. കോടതിയിലൊക്കെ നമുക്ക് പിന്നെ പോകുന്നത് പ്രശ്നമെന്നാണ് പറയുന്നേ. അമ്മച്ചി എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ ഇറങ്ങി പോകത്തില്ല. നിന്നെ നിന്റെ അപ്പുറത്തിരുന്നവളെ ഞാൻ ഇവിടെ ഇറക്കി വിടും. അറിയാമോ നിനക്ക്? അന്വേഷിച്ചു നോക്കടി പോയി. അമ്മച്ചിയുടെ അപ്പൂപ്പൻ വിചാരിച്ചാലും ഞാൻ ഇവിടെ ഇറങ്ങി പോകും. നിങ്ങൾ ഞാൻ ഇറക്കാൻ പറ്റും. നീ ഇങ്ങോട്ട് ഇറങ്ങി. എടി നീ എന്നെ ഉന്തിയക്കണാടി. എടി നീ എന്നെ ഉന്തിയക്കണാടി. ഹലോ, ആ ഡോക്ടറെ ഞാനാ. ഉന്തിയാടി. പിന്നെ എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി കേട്ടോ. ഇവിടെ പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. പൊരിഞ്ഞ യുദ്ധം. എന്താ കാരണം? ഇതെങ്ങനാന്ന് പറ. കാരണം എന്നാന്നൊന്ന് ചോദിക്കാൻ വരുന്നത് കേക്കണ്ടേ? അതിനൊന്നും അവര് ഗ്യാപ്പ് തരുന്നില്ലെന്ന്. എന്നതാണേലും ശരി, ഇന്നൊരു ശവം വിടാനുള്ള യോഗ്യത എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. അമ്മച്ചി വാ. മതി മതി മതി, എനിക്ക് വയ്യ. മതി, നിർത്താൻ മതി. എന്റെ അമ്മച്ചി അങ്ങനെ പറയല്ലേ. പവിത്രേട്ടന് മുമ്പിൽ നല്ലതുപോലെ വഴക്കിട്ടെങ്കിലേ പ്രയോജനം ഉണ്ടാവുള്ളൂ. അമ്മച്ചി വന്നേ. നമ്മ ഇത്ര നേരം വഴക്കിട്ടിട്ട് അവനെന്താ പിന്നെ വരാഞ്ഞ പുറകെ? അമ്മച്ചിയുടെ പെർഫോമൻസ് അത്ര നല്ലതല്ലാത്തതുകൊണ്ടാ. ഞാൻ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്യ്. ആ, ഇനി എന്നെ കുറ്റം പറ. നീ നേരത്തെ അവിടെ നിന്ന് ഓടിപ്പോയപ്പോ എന്നെ ഉന്തിയില്ലേ? എനിക്കത്ര പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ നല്ലൊരു കാര്യത്തിനെല്ലാം തോന്നിട്ടാണ് ഞാൻ മിണ്ടാണ്ട് നിൽക്കണം. സുമിത്ര, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മേലിൽ എന്റെ ദേഹത്തോട്ടാലുണ്ടല്ലോ. അമ്മച്ചി ഇങ്ങനെയൊക്കെ ചെയ്താല് പവിത്രേട്ടന് മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ വാ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട് വാ. എന്റെ ഡോക്ടറെ രാവിലെ രണ്ടുപേരോട് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത്. അന്നേരം ഞാൻ വിചാരിച്ചു ഇനി ഈ വീട്ടിൽ യാതൊരു രീതിയിലെ പ്രശ്നം ഉണ്ടാവുമല്ലെന്ന്. ഇതുങ്ങളെയൊക്കെ വിശ്വസിച്ച് എന്നെ വേണം തല്ലാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ അവസ്ഥയോ? ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്നാ, അമ്മച്ചിയെ മുറ്റത്തോട്ട് തള്ളിയിട്ടിട്ട് സുമിത്ര നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അമ്മച്ചി വേണ്ട അതിന്റെ പുറകെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെ അതെ, വരുന്നുണ്ട്. എന്റെ സുമിത്ര വീണ്ടും കിഴക്ക് ഭാഗത്ത് നിന്നും ഊർജാതിരി ശക്തിയോടുകൂടി ഓടി വരികയാണ്. പെർഫോമൻസ് ആണ്. അമ്മച്ചി എന്റെ പുറകെ വെച്ച് പിടിപ്പിച്ചേക്കുക. എന്റെ ദൈവം, ഇല്ല കുഴപ്പമില്ല. വീണ്ടും കറങ്ങി തിരിഞ്ഞവര് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഭൂമി വേണ്ട. സുമിത്ര വീണ്ടും പടിഞ്ഞാറ് ഭാഗത്ത് നിന്നും കിഴക്ക് ഭാഗത്തേക്ക് വെച്ചലക്കിയിരിക്കുന്നു. അമ്മച്ചിക്ക് ഓടാൻ വേണമെങ്കിലും അമ്മച്ചിയെ കൊണ്ട് പറ്റുന്ന പോലെ അമ്മച്ചി കീച്ച് പുറകെ വിട്ടു പോകുന്നുണ്ട്. ആ, നന്നായിട്ട് പോകുന്നുണ്ട്. അല്ല, അതങ്ങനെയാണല്ലോ. ഭൂമി ഉരുണ്ടതാണല്ലോ. എന്തായാലും അവര് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഇപ്പൊ തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. തീർച്ചയായിട്ടും അതിന്റെ വെയിറ്റിംഗിലാണ് ഞാൻ. ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കാരണം അവർ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ഈ തുളസി തറയ്ക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ എന്തെങ്കിലും സംഭവിക്കും. അമ്മയെ ശ്രദ്ധിച്ച് ചെയ്യും. അമ്മ എന്തെങ്കിലും നന്നായിട്ട് ചെയ്യും. ന്യായമായ രീതിയിലുള്ള പെർഫോമൻസ് ആണ് രണ്ടുപേരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മച്ചിയുടെ മുഖത്തെ ആ ഭൃഗ്ലത എന്നൊക്കെ പറയുന്നത് പോലെ തരത്തിലുള്ള ആ മുഖമൊക്കെ പോകുന്ന കണ്ടാൽ ഏത് കുഞ്ഞും ഒന്ന് പേടിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് എന്റെ അമ്മയും സുമിത്രയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നല്ല രീതിയിൽ അവർ അണച്ച് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വായിക്കൂടെ പതയല്ലാത്ത ബാക്കി എല്ലാം വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് വിളിക്കാം സാറേ. ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ഒരു മിനിറ്റ്. ഓട്ട മത്സരമൊക്കെ കഴിഞ്ഞോ രണ്ടുപേരുടെ? ആരാ ജയിച്ചേ? അമ്മ വെളിയിൽ നിന്ന് വല്ലതും വരുത്തണോ? ഓർഡർ ചെയ്ത് വല്ലതും കുടിക്കാനോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വരുത്തണോ അമ്മയ്ക്ക്? പത്തനംതിട്ടയോ? പവിത്രേട്ടൻ.
പവിത്രേട്ടാ അതൊക്കെ ടെൻഷൻ അടിക്കാതെ വിളിക്കുമ്പോ പവിത്രേട്ടാ എനിക്കിവിടെ പറ്റത്തില്ല, നമുക്ക് പോവാം. നമുക്കല്ല, അവനെ വിടൂല. നീ പോയി ഇവിടുന്ന്. ആഹാ, അത് അമ്മച്ചല്ല തീരുമാനിക്കണത്. ദേ തള്ളേ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം കേട്ടോ. ആഹാ, നീ തള്ളെന്ന് വിളിക്കണോണ്ടി. നീ ഒറ്റടിച്ചല്ലേടി. പവിത്രേട്ടാ, അയ്യോ മിണ്ടുന്നില്ല. പവിത്രേട്ടാ, അമ്മച്ചി എന്ത് പരിപാടി ഈ കാണിച്ചത്? എന്തിനാ എന്റെ പവിത്രേട്ടനെ തല്ലിയത്? ഇത്രനല്ലതല്ലേ, ഞാൻ നിന്നല്ലേ തല്ലേ, നീ എന്തിനാ മാറിക്കളഞ്ഞത്? ആഹാ, അപ്പൊ നിങ്ങൾക്ക് എന്നെ തല്ലി താഴെ ഇടാൻ ഞാൻ ഉദ്ദേശം അല്ലേ? നിങ്ങളോട് ഞാൻ അഭിനയിക്കാനല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ എന്നെ തല്ലാൻ പോയത്? നിന്നോട് ഞാൻ എപ്പോഴേ പറഞ്ഞ വേണ്ടെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞ? എന്റെ മകന് സമാധാനം കൊടുത്താൽ നമ്മ പറയണ അവരെ അനുസരിക്കൂലെന്ന് അല്ലേ? ഓ, ഇത് എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അമ്മച്ചിക്കും കൂടി വേണ്ടിട്ടല്ലേ? വന്നിരിക്കുന്നു. കഴിഞ്ഞോ? നിങ്ങളുടെ അഭിനയമൊക്കെ കഴിഞ്ഞോ? നല്ലതായിരുന്നു കേട്ടോ, രണ്ടുപേരും ന്യായമായ രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കഴിവിൻ പരമാവധി. ആ ഓട്ടത്തിൽ ശകലം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് പിടിച്ചമ്മേ. സ്നേഹം കൊണ്ട് ഞാൻ ചോദിക്കുവോ അമ്മേ, നിങ്ങളുടെ രണ്ടുപേരുടെ തലയ്ക്ക് വല്ല ഓളമാണോ അമ്മേ? ഓരതേ അമ്മ, ഇതിനകത്ത് ആവശ്യത്തിന് ചിക്കൻ ഫ്രൈയും പോത്തിറച്ചിയും ഉണ്ട്. രണ്ടുപേരും അകത്ത് ചെന്നിരുന്ന ആവശ്യത്തിന് ഞം വെക്കുക. കഴിച്ചു കഴിയുമ്പോൾ ഇത് എല്ലിൻ്റെ ഇടയിൽ കയറി കിടന്ന് ഞൊളയ്ക്കും. രണ്ടുപേരും അനങ്ങരുത് കേട്ടോ. ഇനി രണ്ടിന്റെ ശബ്ദം ഇവിടെ കേട്ടു പോകരുത്.